ഹലോ പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻട്രൊഡക്ഷൻ കേട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകല്ലേ. ഡ്രസ്സിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ആദ്യമായി എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ ഡ്രസ്സ് എഴുന്നേറ്റ് എന്ന് കാണിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. കാരണം നടക്കാനും നിൽക്കാനും എനിക്ക് പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാനായി മനോഹരമായ നിറത്തിൽ മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഡ്രസ്സുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. റേറ്റ്, സൈസ്, ഓർഡർ തരേണ്ട വാട്സപ്പ് നമ്പർ എന്നിവ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരുവേ. നമ്മുടേത് വാർത്താ ചാനൽ കൂടെയാണല്ലോ, സ്കിപ്പ് ചെയ്യല്ലേ, ലാസ്റ്റ് വരെ കാണണേ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 23-കാരൻ അഫാൻ സ്വന്തം അമ്മയെയും അനിയനെയും സുഹൃത്തിനെയും ഉൾപ്പെടെ 6 പേരെ ചുറ്റിക ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. 5 പേരും മരണത്തിന് കീഴടങ്ങി. അതായത് 23-കാരൻ 5 പേരെ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. ആദ്യം അമ്മയെ ആക്രമിച്ചും മുറിയിലിട്ട് പൂട്ടി. കടയിൽ പോയി ചുറ്റിക വാങ്ങി. അവിടെ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി. മുത്തശ്ശിയെ ക്രൂരമായി കൊല്ലുന്നു. അവിടെ നിന്ന് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ചുറ്റിക ഉപയോഗിച്ച് ക്രൂരമായി തലക്കടിച്ച് കൊല്ലുന്നു. ശേഷം സുഹൃത്തിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് മുകളിലത്തെ നിലയിലെ റൂമിൽ കൊണ്ടുപോയി മുഖത്തും തലയിലും ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു. മുഖം വികൃതമാക്കുന്നു. ആ സമയത്ത് അനിയൻ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി. അനിയനെയും കൂട്ടി പുറത്തു പോകുന്നു. അനിയന് ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുക്കുന്നു. തിരികെ വീട്ടിലെത്തി അനിയനെയും ചുറ്റിക കൊണ്ട് മുഖത്തടിച്ച് കൊല്ലുന്നു. ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ആ അനിയൻ്റെ മുഖത്തെ ഒരു കണ്ണ് നല്ല തുറന്നിരിക്കുന്നു, മറ്റേ കണ്ണിനെ കാണാനില്ല. ആ ഭാഗത്ത് വലിയൊരു കുഴി മാത്രം. എത്ര പൈശാചികമായ പ്രവൃത്തി! ഉമ്മയെ പൂട്ടിയിട്ടിരുന്ന മുറി തുറന്ന് ഉമ്മയെയും തലക്കടിക്കുന്നു. മരിച്ചു എന്ന് വിചാരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസിനോട് പറയുന്നു താൻ 6 പേരെ കൊന്നു. പോലീസ് വിശ്വസിക്കുന്നില്ല. എന്നാലും പോലീസ് വീട്ടിൽ പോയി കാര്യങ്ങൾ നോക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് കറക്റ്റാണ് പറഞ്ഞത് എന്ന്. ഇതൊക്കെ ഇന്നലെയും ഇന്നുമായി നിങ്ങൾ വാർത്താ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും. ലഹരിക്കടിമയായിരുന്നു എന്ന് പോലീസ് പറയുന്നു എന്ന്. കൂടുതൽ രക്തപരിശോധനകൾ നടത്തിയാലേ ഏത് ഡ്രഗാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അറിയാൻ സാധിക്കൂ എന്നും പോലീസ് പറയുന്നു. തനിക്ക് ധാരാളം കടമുണ്ട് എന്ന് പ്രതിയും പറയുന്നു. പ്രതി താൻ എലിവിഷം കഴിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയാണ്. ചികിത്സയ്ക്ക് വഴങ്ങാത്തത് കാരണം കൈയും കാലും കെട്ടിയിട്ടാണ് വയറ് കഴുകലും മറ്റ് ചികിത്സയും ചെയ്യുന്നത്. പ്രതിയുടെ പിതാവ് പറയുന്നത് പ്രതിക്ക് കടം ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ്. 23-കാരന് ഇത്രയും കടം ഉണ്ടാകണമെങ്കിൽ ലഹരി വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി കടം വാങ്ങിയതാകാം. ഇത്തരം ലഹരി കാരണം ഈ 1-2 മാസങ്ങളിൽ തന്നെ സ്വന്തം അമ്മയെ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങളുടെ എണ്ണം ആരെയും ഞെട്ടിക്കുന്നതാണ്. ലഹരി വിമുക്ത വികസനമാണ് ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിൽ. കൊറോണ വന്നപ്പോൾ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഇവിടെ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. റൂട്ട് മാപ്പ്, കെണിവെച്ച് പിടിക്കൽ, ചുരുട്ടിക്കൂട്ടി ആംബുലൻസിൽ കൊണ്ടുപോകൽ, ആരെങ്കിലും പുറത്തിറങ്ങിയാൽ പോലീസിൻ്റെ ചൂരൽ കഷായം. എല്ലാ ദിവസവും രാത്രി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സർക്കാർ ചെയ്ത അന്നത്തെ വീരകൃത്യങ്ങൾ വിളമ്പുന്ന മുഖ്യമന്ത്രി. എന്തെല്ലാം കോലാഹലങ്ങളും കർശനമായ നടപടികളുമായിരുന്നു. ഇതൊക്കെ കണ്ട് കൊറോണ പേടിച്ച് മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടിനെ കൊറോണയെക്കാളും അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഈ നാട്ടിൽ ലഹരി എന്നത്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായ അപകടമുള്ളതാണ് സിന്തറ്റിക് ലഹരികൾ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലായിടത്തും വളരെ സുലഭമായി കിട്ടുന്നു. ഇത്രയും മാരകമായ, ഇത്രയും സമൂഹത്തിന് വിപത്തുള്ള ഒരു ഈ സാധനങ്ങൾ ഈ എല്ലാ സ്ഥലങ്ങളിലും അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൈകളിൽ വരെ എത്തുന്നു, സുലഭമായി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരണവും പോലീസും എന്ത് ചെയ്യുന്നു? ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അമ്മ, അപ്പൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഇമോഷൻസ് എല്ലാം ഇല്ലാണ്ടാവും. ലഹരി വാങ്ങാൻ കാശിന് വേണ്ടി ആരെയും കൊല്ലും, എന്തും ചെയ്യും. അങ്ങനെ ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. കൊറോണയെക്കാളും എത്രയോ വലിയ ആപത്താണിത്. പക്ഷേ കൊറോണയെക്കുറിച്ച് ഘോരം പ്രസംഗിച്ച രാഷ്ട്രീയ നേതാക്കന്മാർക്കും റൂട്ട് മേപ്പിട്ട് വലവീശി ചാടി വീണിരുന്ന പോലീസുകാരും ഇത്തരം ലഹരിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആക്ഷൻസ് ഒന്നും എടുക്കുന്നുമില്ല. കേട്ടതായും കണ്ടതായുള്ള ഭാവങ്ങളും ഇല്ല, വലിയ രീതിയിലുള്ള ഭാവങ്ങളൊന്നും ഇല്ല.
കൊറോണയോടുള്ള സമീപനത്തിൻ്റെ പകുതി ആക്ഷനെങ്കിലും രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒരുപോലെ നിന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ സാമൂഹിക വിപത്ത് ഇത്രയും വളരില്ലായിരുന്നു. അതെങ്ങനെയാ? ലഹരി മാഫിയകളുടെയും ഭിക്ഷാടന മാഫിയകളുടെയും അങ്ങനെ പല മാഫിയകളുടെയും കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി പോക്കറ്റിൽ തിരികെ വെച്ചാൽ വായ തുറക്കാൻ കഴിയുമോ? കഴിയില്ല. വായ തുറക്കാതിരിക്കാനും അനങ്ങാതിരിക്കാനുമാണല്ലോ പോക്കറ്റിൽ തിരികെ കൊടുക്കുന്നത്. ഇവരുടെയൊക്കെ മക്കൾ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുകയും ബിസിനസ് ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ടെൻഷൻസും ഇല്ല. തങ്ങളുടെ മക്കൾ ഇതിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ള പേടി അവർക്ക് വേണ്ടേ വേണ്ട. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ജനങ്ങൾ മുന്നോട്ട് വരണം. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ, ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഇത്തരം മാഫിയകളെ, ഇത്തരം സാമൂഹിക വിപത്തുകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയും. മാർക്കോ പോലുള്ള സിനിമകൾ മാസത്തിൽ ഒരെണ്ണമെങ്കിലും ഇറങ്ങണം. കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയേ ഇത്തരക്കാർക്ക്. ഇവിടെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മാത്രം മതിയോ? ബാക്കി എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടും ഇതുപോലെയുള്ള സൈക്കോ സിനിമകൾ കണ്ട് തമ്മിലടിച്ച് കൊന്നും കൊലവിളിച്ചും തീരട്ടെ എന്നാണോ? ഇതിൻ്റെയൊക്കെ ഫാൻസുകൾ പൊങ്കാലയിട്ടാലും തെറി പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്രയും മാരകമായ വിപത്തുകളെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്ക്രീനിൽ മനോഹരമായ വസ്ത്രങ്ങൾ കാണുകയാണ്. നല്ല മനോഹരമായ നിറത്തിൽ, നല്ല ക്ലോത്തും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ക്ലോത്താണ്. നമുക്ക് ഡെയിലി ധരിക്കാൻ കഴിയുന്ന, എന്താ പറയുക, നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല തുണിയാണ്. പ്രിയപ്പെട്ടവർ, ഉറപ്പായും വാങ്ങണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലൊന്ന് അയച്ചു തന്നാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ അഡ്രസ്സ് കൂടെ സെൻഡ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ വാട്സപ്പിലെ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റ് ഡ്രസ്സുകളുടെ ഫോട്ടോസും കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ഓർഡർ തരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് എയർലൈൻ കുർത്തീസാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പോക്കറ്റുണ്ട്, ഓപ്പൺ ആയിട്ടുള്ള 2 സൈഡ് സ്ലിറ്റുള്ള ടോപ്പ് കുർത്തി ഉണ്ട്. ലാസ്റ്റ് കാണിക്കുന്ന ഒരെണ്ണത്തിൽ അത് ഓപ്പൺ അല്ല, സൈഡ്. എല്ലാത്തിലും സൈഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ ചൈനീസ് മോഡൽ നെക്ക് മോഡലാണ്. ഫ്രണ്ടിൽ ബട്ടൺസൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള എയർലൈൻ കുർത്തികളാണ്. ഇത് നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർക്കറിയാം, കുർത്തീസ് മാത്രമല്ല, നൈറ്റികളുണ്ട്. ഫ്രോക്ക് നൈറ്റി, ചുരിദാർ കട്ട് നൈറ്റി, സിബ് നൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ മെഷീൻ എടുത്ത കാര്യവും കൂട്ടുകാർക്കറിയാം. തുടക്കത്തിൽ കച്ചവടം തുടങ്ങിയ സമയത്ത് ഞാൻ നൈറ്റികൾ പുറത്ത് വേറെ ഷോപ്പിൽ കൊടുത്താണ് ഞാൻ തയ്ച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നത്. ഇപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിയതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. മെഷീൻ വാങ്ങിച്ച സമയത്ത് പനിയായി, 2-3 ആഴ്ച പനിച്ച് കിടപ്പായി പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി കൂട്ടുകാർക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച്, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. മെഷീൻ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പനിയൊക്കെ ആയി, അങ്ങനെ 2-3 ആഴ്ച അങ്ങനെ പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് തയ്ക്കണം എന്നുള്ള ഒരു ടെൻഷൻ, ഞാൻ തയ്ച്ചാൽ ശരിയാകുമോ? അതായത് ഞാൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കൈയും കാലും ഉപയോഗിച്ച് തയ്ച്ചിരുന്നത്, ഇപ്പോൾ കൈ മാത്രം ഉപയോഗിച്ച് തയ്ക്കണം. അപ്പോൾ ഞാൻ തയ്ച്ചാൽ എത്രത്തോളം പെർഫെക്റ്റ് ആവും, തയ്ക്കാൻ പറ്റുമോ, മെഷീൻ എനിക്ക് കൈ മാത്രം വെച്ചിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആകുലതകളിലായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ദീജ നൈമിത്ര ഒക്കെ എനിക്ക് എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ, റീജ കൃഷ്ണ, അവരൊക്കെ ഒത്തിരി എന്താ പറയുക, നിന്നെക്കൊണ്ട് കഴിയും, നീ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തയ്ച്ച് തുടങ്ങിയതാണ്. എന്തായാലും ഇപ്പോൾ ഓക്കെ. എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് എന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന നൈറ്റികളും ഫ്രോക്ക് നൈറ്റിയും ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഉടനെ എത്തും. അപ്പോൾ കൂട്ടുകാർ വാങ്ങി സഹായിക്കും, ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഇപ്പോൾ വീണ്ടും ഞാൻ കച്ചവടം തുടങ്ങിയത് ഡിസംബർ 1-ാം തീയതിയാണ്.
അപ്പോൾ അത് തൊട്ട് ഒത്തിരി കൂട്ടുകാർ നൈറ്റികൾ, സാധാ നൈറ്റികളും ഫ്രോക്ക് നൈറ്റിയും കുർത്തീസും ഒക്കെ വാങ്ങിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഓരോരുത്തരെയും കൈകളിലെത്തുമ്പോൾ എനിക്ക് മെസ്സേജ് വരും, മെസ്സേജ് ഇടും, കിട്ടി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കറക്റ്റ് അളവുകളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത്. അപ്പോൾ ഇതുവരെയും ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സഹായിച്ച, ഒപ്പമുള്ള ഡ്രസ്സുകൾ വാങ്ങി സഹായിച്ചതും അല്ലാതെയും സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ക്യാമറ ഓഫ് ചെയ്യാനുള്ള ടാസ്കിലേക്കാണ്. വണ്ടി പിടിച്ച് ക്യാമറയുടെ അടുത്തേക്ക് വന്ന് മറ്റേ ശ്രീനിവാസൻ പറയും പോലെ ക്യാമറയുമായി വെള്ളത്തിലേക്ക് ചാടോ, നായകനും വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയുമായി ക്യാമറാമാനും ചാടിക്കോളൂ എന്ന് പറയും പോലെയാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുക, ക്യാമറ ഓഫ് പോകുന്നത്.